ലോകത്തെ ഏറ്റവും വലിയ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച് സ്പേസ് എക്സ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ലക്ഷ്യമാക്കി ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ കുതിപ്പ് തുടരുകയാണ്. അല്പസമയത്തിനകം സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തും. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമേരിക്കയും നാസയും അതുപോലെ ബോയിങ്ങും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര സ്പേസ് സെന്ററിനെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ബഹിരാകാശ നിലയത്തിലേക്ക് അത് എത്തുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അതുപോലെ ബുച്ച് വിൽമോറുമാണ് ഈ ബഹിരാകാശ പേടകത്തിലെ സഞ്ചാരികൾ. ഇതാദ്യമായിട്ടാണ് ബോയിങ് സ്റ്റാർലൈനറിന്റെ ഒരു പേടകം സഞ്ചാരികളുമായിട്ട് ബഹിരാകാശത്തേക്ക് കുതിക്കുന്നത്. ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരെ സ്വീകരിക്കുവാൻ ഇപ്പോൾ ആ നിലയത്തിലുള്ള മറ്റ് ബഹിരാകാശ സഞ്ചാരികൾ ഉണ്ടാകും. 7 പേരാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. അതിലെ 4 പേർ അമേരിക്കയിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരികളും 3 പേർ റഷ്യയിൽ നിന്നുള്ളവരുമാണ്. ഏകദേശം 8 ദിവസത്തോളം ഈ ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ച് പല കാര്യങ്ങളിലൂടെയൊക്കെ പോയതിനു ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് എത്തും. സൗത്ത് വെസ്റ്റിലുള്ള ഒരു മരുഭൂമിയിലായിരിക്കും പാരച്യൂട്ടിന്റെ സഹായത്തോടുകൂടി തിരിച്ച് ഈ ഭൂമിയിലേക്ക് സുനിത വില്യംസും അതുപോലെ ബുച്ച് വിൽമോറും എത്തുക. ഈ യാത്രയിൽ അല്പം സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2 വാൽവുകളിൽ നിന്ന് ഹീലിയം ലീക്ക് ചെയ്തിരുന്നു. എന്നാൽ സുനിതയും അതുപോലെ ബുച്ച് വിൽമോറും അതൊക്കെ പരിഹരിച്ചാണ് ഈ യാത്ര ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല 2 സഞ്ചാരികളും ആവശ്യത്തിലധികം വിശ്രമിക്കുകയും അതുപോലെ ഉറങ്ങുകയൊക്കെ ചെയ്തതായിട്ടും നാസ പറയുന്നുണ്ട്. അല്പസമയത്തിനുള്ളിലായിരിക്കും ബഹിരാകാശ നിലയത്തിലേക്ക് ഈ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ എത്തുക.